ആദരവ് എന്ന കവിത. ആദരിക്കുന്നു മരപ്പണിക്കാര ഞാൻ, ചേറിൽ വിത്തിട്ടു വിളയിച്ച ജ്യേഷ്ഠരെ, ചേർന്നിരിക്കുന്നു പുരകെട്ടൂരെ, കാട്ടിൽ പെരുന്തേൻ തിരയും അനുജരെ. ആദരിക്കുന്നു പൊടിപ്പുവില്ലിൽ നിന്ന് കാശ്മീരി ചില്ലി ഇളക്കുമയൽക്കാരെ, ഹോട്ടലിൻ മുന്നിൽ വിശപ്പിൻ വെയിലേറ്റു സ്വാഗതമെന്നു കയ്യാട്ടുന്ന വൃദ്ധരെ, ഇഷ്ടികക്കൂട്ടം ചുമക്കുന്ന കൂട്ടരെ, അർദ്ധരാത്രിക്ക് കൂട്ടാകുന്ന വാച്ചറേ. ആദരിക്കുന്നു ലോഹപ്പണിക്കാര ഞാൻ, ആശുപത്രി തൂപ്പുകാരെ, അനാഥരെ, വീട്ടുവേലയ്ക്കു പകൽ മണിക്കൂറുകൾ നാലായി പകുത്തു നെട്ടോട്ടമൂടുന്നോരെ, സൂര്യനേക്കാൾ മുൻപെണീറ്റ് എൻ്റെ പട്ടണം ചൂലാൽ വെടിപ്പാക്കി വയ്ക്കുന്ന പെങ്ങളെ. ആദരിക്കുന്നു ഞാൻ ഓട്ടോറിക്ഷക്കാരെ, കായലിൽ മത്സ്യവേട്ടയ്ക്കായി മഴയത്ത് പാളക്കുടയുമണിഞ്ഞു നനഞ്ഞോരെ, മാർക്കറ്റിനുള്ളിൽ കലം കയർ നാരങ്ങ മാമ്പഴം തേങ്ങ വിൽക്കുന്ന സഹചരെ. ആദരിക്കുന്നു ഞാൻ പാട്ടുകാരെ, കീബോർഡ് വായിക്കും കൂട്ടുകാരെ, തീവണ്ടിയിൽ പാട്ടുപാടുന്ന ബാലരെ, തീയലും മത്തിക്കറിയും അവിയലും ചോറും തരുന്ന വീട്ടമ്മമാരെ, കടൽക്കോളിൽ ഭയക്കാത്ത ചെമ്മീൻ വലക്കാരെ, എനിക്കേറെ പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ. ആദരിക്കുന്നില്ല മാടനെ മറുതയെ, ആദരിക്കുന്നില്ല കാളിയെ രാമനെ, ആദരിക്കുന്നില്ല ശിവനെ, മതങ്ങളാൽ ജയ് ജയ് വിളിച്ചു ജീവിപ്പിച്ചു പറ്റിച്ചു ജീവിതം നീട്ടിയെടുത്ത ദൈവങ്ങളെ. ആദരിക്കുന്നു പ്രപഞ്ചത്തെ എപ്പോഴും, ആദരിക്കില്ല അന്ധബോധത്തെ ഇപ്പോഴും. ആണ് ഞാൻ അടുത്ത കാലത്ത് ഈ ഒരു കവിത. പെരിയാർ എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരക നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിലൊരു പ്രത്യേക ആശയം വെണ്ടക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? കടവുളില്ലേ, കടവുളില്ലേ, കടവുളില്ലവേ ഇല്ലേ. അപ്പോൾ കേരളത്തിൽ ആർക്കും അങ്ങനെ എഴുതി വയ്ക്കാനുള്ള ധൈര്യം നേരം ഉണ്ടായിട്ടില്ല. അവിടെ മാത്രമാണ്. അതിന് 3 വരികളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യൻ, ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ടൊരു മനുഷ്യൻ. വളരെ രസകരമാണത്. ഈ മനുഷ്യൻ്റെ തീപ്പൊരി പ്രസംഗങ്ങൾ വൈക്കത്തുള്ള ആളുകളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും സമരത്തിന് അണിനിരത്തുകയും ചെയ്യുന്ന കണ്ടപ്പോൾ വൈക്കത്തുള്ള ആളുകളെല്ലാം കൂടി അന്നത്തെ മഹാരാജാവിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും പിടിച്ച് ജയിലിലിടണമെന്ന് പറയുകയും അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തു. ജയിലിലാക്കിയതിന് ശേഷം സുരക്ഷിതമായി എന്ന് വിചാരിച്ചിരുന്ന വൈക്കത്തെ തമ്പുരാക്കന്മാർ ഇദ്ദേഹത്തെ ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തി, ശത്രുസംഹാര യാഗം. ഈ ശത്രുസംഹാര യാഗം പൂർത്തിയാവുന്നതോടുകൂടി തമ്പുരാൻ മഹാരാജാവ് പിടിച്ച് ജയിലിലിട്ടിരുന്ന EV രാമസ്വാമി മരിക്കുകയും ഇവർക്ക് ഈ സമരം പരാജയപ്പെടുകയും അവരുടെ ഇഷ്ടം സാധിക്കുകയും ചെയ്യും എന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷേ ഈ യാഗം അവസാനിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം എന്ന് പറയുന്നത് മഹാരാജാവ് മരിച്ചുപോയി എന്നത്. മഹാരാജാവ് മരിക്കുകയും EV രാമസ്വാമിയെ മഹാരാജാവിൻ്റെ മരണത്തെ തുടർന്ന് ഒരുപാട് തടവുകാരെ പുറത്തേക്ക് വിട്ടു, ആ ഒരു പാപമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ EV രാമസ്വാമിയും പുറത്തേക്ക് വിടുകയും അദ്ദേഹം പിന്നീടും വൈക്കത്തിൽ നിന്ന് വലിയ പ്രസംഗങ്ങൾ നടത്തി വർത്തമാനം പറയുകയൊക്കെ ചെയ്ത്, അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിനായിട്ട് ഓർമ്മിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഒരു ദിവസം ഒരു വാർഷിക സമ്മേളനത്തിന് ഞാൻ ലാൽസലാമും എല്ലാവരും കൂടി ഒരു പ്രഖ്യാപനം നടത്തി. അന്ന് ഇവിടെ ഗണേശോത്സവം നടത്തുകയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പരസ്യമായിട്ട് ദൈവങ്ങളെ കത്തിക്കുന്ന ആൾ അതാണ്. ഞാനല്ല, ലാൽസലാമാണ് നടത്തിയത്. പിന്നെ ലാൽസലാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊക്കെ വലിയ സന്തോഷമുള്ള ഒരാളാണ്. അത് കാരണം ഞാൻ വന്നോളാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
സർക്കാർ ജീവനക്കാരനാണെങ്കിൽ പോകാൻ പാടില്ലാത്തതാണ്. ആ വിലക്കൊന്നും എനിക്ക് പണ്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയും ഞാൻ വരാല്ല ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് വലിയ പ്രതിമയൊന്നും ഉണ്ടാക്കാനുള്ള കാശൊന്നുമില്ല. അതിന് തൊട്ടപ്പുറത്ത് ഗണേശൻ്റെ ഭയങ്കരമായ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗണേശ ഉത്സവത്തിന്. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോട്ടൽ എന്ന് പറയുക ഇന്ത്യൻ കോഫീസാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ പടമില്ല എന്നുള്ളതാണ്. അവിടെ AKയുടെ പടമുണ്ട്, വേറെ പലരുടെയും പടമുണ്ട്, ഗണപതിയുടെ പടമില്ല. വാസ്തവത്തിൽ കേരളത്തിലെ ഹോട്ടലുകളുടെ ഉപജ്ഞാത എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹം ഈ മിശ്രഭോജനം നടത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഹോട്ടലുകൾ ഉണ്ടായത്. അപ്പോൾ ഈ ഗണപതിയുടെ പടത്തിന് പകരം വാസ്തവത്തിൽ ഹോട്ടലിൽ വയ്ക്കേണ്ടുന്നത് ഈ സഹോദരൻ അയ്യപ്പൻ്റെ പടമാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ പൈസ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ ദൈവങ്ങളുടെയും പേരെഴുതി ഗണപതി, ശിവൻ, പാർവതി, വിഷ്ണു എന്നൊക്കെ പേരെഴുതി വെച്ചിട്ട് അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ ഇരുന്നുകൊണ്ട് കത്തിച്ച് എന്നാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരാൾ ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൽ വന്നു എൻ്റെ അടുത്ത്. ഞാൻ ആര് വന്നാലും ഇരുത്താൻ വേണ്ടി ചെറിയ ഒരു ചെറിയ സ്റ്റൂൾ അവിടെ സംഘടിപ്പിച്ച് ഇരുത്തിയിരുന്നത്. അതൊരു നമ്മൾ പറഞ്ഞാൽ അതൊരു വലിയ കാര്യം ഇങ്ങനെ ക്ഷീണിച്ച് വിഷമിച്ച് ഒരു സർക്കാർ ഓഫീസിൽ വിഭ്രമിച്ച് വരുന്ന ഒരാളോട് ഇരിക്കാൻ പറഞ്ഞാൽ തന്നെ അയാളുടെ പകുതി പ്രശ്നം മാറി. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ആര് വന്നാലും ഇരിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസിൽ നിന്ന് വരികയാണ്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അല്ല ഇവിടെ ഈ നിങ്ങളെല്ലാവരോടെ ചേർന്ന് ഗണപതിയുടെ ഒരു കോലം ഇവിടെ കത്തിക്കാൻ, പ്രതിമ നാളെ കത്തിക്കാൻ പോകുന്ന ഇങ്ങനെ റിപ്പോർട്ടിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, ഞങ്ങളതല്ല ഇന്നലെ കത്തിച്ച് കഴിഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ പേപ്പറിനകത്ത് എഴുതി കത്തിച്ചേ ഉള്ളൂ, വലിയ കോലൊന്നും ഉണ്ടാക്കാനുള്ള കാശൊന്നും ഞങ്ങളുടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ വിശ്വസിച്ച് പോകാമല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. എന്നാലും അവസാനം അയാൾ എന്നോട് പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലെ ഒരു യുക്തിവാദിയായിരുന്നു, പക്ഷേ ടെൻഷൻ കാരണം ഞാൻ പിന്നെ ഈശ്വരവിശ്വാസിയായതാ. അത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ EV എമസോണിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. പിന്നെ ഗോപിനാഥ്, അദ്ദേഹത്തിൻ്റെ അനുയായിയായി ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ശശി, ഇവർ രണ്ടുപേരെയും ഞാൻ ഓർമ്മിക്കുന്നു. ശാസ്ത്രാധ്യൂഷൻ്റെ പ്രവർത്തകനായിരുന്നു, ലൈബ്രറിയുടെ ഭാരവാഹിയായിരുന്നു. എല്ലായിടവും നടന്ന് എറ്റിഗോവരനോടൊപ്പം ഈ നടന്ന ദിവ്യാത്ഭുത അനാവരണം. പണ്ടൊക്കെ നമുക്ക് നല്ല രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു. ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിലൂടെ നടന്നു പോയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി പ്രസംഗിക്കാനായിട്ട് കയറിയ സമയത്ത് ഗുരുവായൂരമ്പലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അടുത്തിരുന്ന ആളോട് അവിടെയാണോ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ നമുക്ക് കാണാനില്ല എന്ന് നമുക്കറിയാം. പണ്ട് അപ്പം അതിനേക്കാൾ മുമ്പാണെങ്കിൽ പ്രധാനമന്ത്രിമാർ അത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് വാച്ചും ഭസ്മും ഒക്കെ എടുത്ത് കാണിക്കുന്ന സായിബാബയോട് നിങ്ങൾ കുറേയേറെ ഗോതമ്പെടുത്ത് തന്നിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അമേരിക്ക എന്നുള്ള ഗോതമ്പ് ഇറക്കുമതി നമുക്ക് വേണ്ടെന്നൊക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ആരൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഉടനെ തന്നെ പോയി ഗുരുവായൂരമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ട് ഈ മുട്ടുകുത്തുക, അല്ലെങ്കിൽ എന്താണ് പറയുക തുലാഭാരം നടത്തുക. ഇതിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ല എന്നാണ് അതിൻ്റെ കാര്യം. വെച്ചാൽ കേരളത്തിലെ പുതിയ സർക്കാർ എന്ന് പറയുന്നത് BJPയുടെ ഒരു രണ്ടാം ടീമാണ്. അതായത് ഇന്നലെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഇവിടുത്തെ കോർപ്പറേഷനിലെ BJP ഭരണം. കോർപ്പറേഷനിലെ BJP ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ഏർപ്പാടുകൾ എല്ലാം ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ്. ഒരു വലിയ പ്രതിയെ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുവാദം ഉണ്ടാക്കി കൊടുത്ത് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ് നമുക്കറിയാം. പക്ഷേ അങ്ങനെ ചില പ്രീതിപ്പെടുത്തലുകൾ, ചെറിയ ചില പ്രസാദ നേർച്ചകൾ നടത്തിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാര്യം ഒരു മാസം മുമ്പ് ഒരു മണിക്കൂറിന് മുമ്പ് നടന്നൊരു സംഭവം നിങ്ങൾ പലരും ശ്രദ്ധയുണ്ടാവും. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡൽഹി ചെന്നപ്പോൾ എന്നാൽ അവിടെ കുട്ടികൾ സമരം നടത്തുന്നുണ്ടല്ലോ. ഇന്നലെ തൊട്ട് ചന്ദ്രശേഖർ ആസാദ് സമരത്തിലാണ്. ദളിത് നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് ഇന്നലെ തൊട്ട് നിരാഹാരത്തിലാണ്. വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഒന്ന് കണ്ടു കളയാൻ പാർലമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിൽ പോയി ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോയപ്പോൾ ഇന്നൊരു മണിക്കൂറിന് മുമ്പ് അറസ്റ്റ് ചെയ്തത്, ഈ നന്ദിയൊന്നും കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് വിശ്വനാഥിനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസാദങ്ങളുണ്ടെന്ന് ഒരു പ്രയോജനമില്ല. വിശ്വനാഥ് പോലീസ് കസ്റ്റഡിയിലാണ്, ഡീൻ കുര്യാക്കോസ് MP പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ അവരെ പ്രീതിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും പ്രതികാര നടപടികൾക്ക് അവർക്ക് യാതൊരു പരിമിതിയും ഇല്ല എന്നുള്ളതാണ്. വീട്ടിൽ ചിലപ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറുള്ള രണ്ട് കാര്യത്തെക്കുറിച്ച് കളിയായിട്ടും കാര്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്
ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആരുടെയെങ്കിലും ഒരു കവിത പോസ്റ്റ് ചെയ്യും FB-യിൽ. എന്നിട്ട് അവരെ വിളിക്കുന്നത് തെറിയെല്ലാം ഞാനിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അതാണ് ഒരു കാര്യം. ഇങ്ങനെ കേരളത്തിലെ ആരും തന്നെ ഇല്ലാതെ എൻ്റെ വീട്ടുകാർ എന്നോട് പറയാറുണ്ട്. മറ്റുള്ളവരുടെ ഒരു കവിത എല്ലാവരും സ്വന്തം കവിത ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. വേറെ കവിത പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതുള്ള എനിക്ക് ഇരിപ്പാണ്. അതിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വന്തം കവിത പോസ്റ്റ് ചെയ്യാതെ വേറെ ആരുടെയെങ്കിലും കവിത പോസ്റ്റ് ചെയ്തിട്ട് അവരെ വിളിക്കുന്നത് തെറിയെല്ലാം എന്നെ വിളിക്കുന്നത് കേട്ട് സന്തോഷിച്ച് എല്ലാവരും വിളിച്ച് വരുത്തിയിരിക്കണ്ട. എന്നെ അച്ഛനെ വിളിച്ചിരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വിളിച്ചിരിക്കുന്നുണ്ട്. സന്തോഷിക്കുന്ന ഒരു കവിയെ വേറെ കേരളത്തിലുണ്ടാവില്ലെന്ന് വീട്ടിൽ പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം വീട്ടിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് മാത്രം കിട്ടുന്ന ചില അവാർഡുകളുണ്ട്. വേറെ ഒരു കവിക്കും ഇത്തരം അവാർഡുകൾ കിട്ടുന്നില്ല. എനിക്കൊരിക്കലും കിട്ടാത്ത ചില അവാർഡുകളുണ്ട്. കേരളത്തിൽ കവിത എഴുതുന്ന എൻ്റെ പ്രായമുള്ള 70 വയസ്സായില്ല, 70 വയസ്സുള്ള എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു കവിക്കും അത് എല്ലാ കവികൾക്കും കിട്ടുന്ന ചില അവാർഡുകളുണ്ട്. അതൊന്ന് കൃഷ്ണഗിരി പുരസ്കാരമാണെന്ന് സരസ്വതി സമ്മാനമാണെന്ന് ജ്ഞാനപീഠമാണ്, അങ്ങനെ പല പല സമ്മാനങ്ങൾ. ഇപ്പോൾ അതില്ല. നമ്മുടെ തന്നെ ഒരു പ്രവർത്തനം കാരണം ഈ പത്മനാഭസ്വാമി പുരസ്കാരം എന്നേക്കും വേണ്ടി കേരള സർക്കാർ അക്കാഡമി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് തുറന്നുണ്ടായിരുന്ന നടപടിയാണ്. അപ്പോൾ ഈ അക്കാഡമിയുടെ മുഖത്ത് പറ്റിയിരുന്ന വലിയൊരു മാലിന്യമാണ് തിരുവിതാംകൂർ രാജാവ് സവർണ ഹിന്ദു ദൈവത്തിൻ്റെ കൊടുത്തുകൊണ്ടിരുന്ന ഈ പത്മനാഭസ്വാമി പുരസ്കാരം. ഞാൻ വേണ്ടെന്ന് വെച്ചപ്പോൾ തുടർന്നാണ് പിന്നീട് സാഹിത്യ അക്കാദമി വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇത്തരം അവാർഡുകളൊന്നും എനിക്ക് ഒരിക്കലും കിട്ടാത്ത അവാർഡുകളാണ്. ജീവിതകാലത്ത് ഒരിക്കലും എനിക്ക് ഈ അവാർഡുകളൊന്നും കിട്ടില്ല. അതേസമയം എൻ്റെ തലമുറയിൽപ്പെട്ട കവികൾക്ക് ആർക്കും കിട്ടാത്ത കുറേ അവാർഡുകൾ കേരളത്തിലുണ്ട്. അതെനിക്ക് മാത്രമേ, കവിത എഴുതുന്നതിൽ എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതൊന്ന് ഡോക്ടർ AT ഗോകുൽ അവാർഡ്, ഒന്ന് MC ജോസഫ് അവാർഡ്, ഒന്ന് പവനൻ അവാർഡ്, ഒന്ന് എഴുപിന്ന ഗോപിനാഥ് അവാർഡ്, അങ്ങനെ കുറേ തോമസ് മാഷിൻ്റെ പേരിലുള്ള അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകൾ എൻ്റെ പ്രായത്തിലുള്ള ഒരു കവിക്കും കേരളത്തിൽ കിട്ടത്തില്ല. എനിക്ക് മാത്രം കിട്ടുന്ന അവാർഡുകൾ. അതൊക്കെ വീട്ടിൽ പറയുന്നതിൽ തമാശകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. കുറക്കാലം മുമ്പ് കാക്കനാടൻ എന്നോട് പറഞ്ഞു, യുക്തിവാദിക്ക് ഒരിക്കലും കവിയാവാൻ സാധിക്കില്ല എന്ന് പറയാം. ഞാൻ വല്ല ചിന്തിച്ചു വരുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് ഇങ്ങനെയാണല്ലോ. ഏതാണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ ഒരു ചിന്ത എനിക്കുണ്ട്. ദൈവമായിട്ടൊന്നും എനിക്ക് യാതൊരു വഴക്കുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാസ്റ്റായിരുന്നു, ജാതിയും മതവുമായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നോട് പരസ്യമായിട്ട് ജാതി ചോദിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് കുട്ടികളെ തന്നെ നിൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന് അവരോട് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് വേറൊരു പേരുണ്ട്, അബ്ദുൽ സലാം എന്നാണ് എൻ്റെ പേര്. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഗുണം. ഞാൻ അന്ന് വിചാരിച്ചത് പിന്നെ ഏത് കാസ്റ്റാണെന്ന് ചോദിക്കുന്നില്ല. ഇസ്ലാം മതത്തിനകത്ത് വേറെ കാസ്റ്റൊക്കെ ഉണ്ട്, അവർ തമ്മിൽ ഭയങ്കര ഐവൽസാണെന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്നത്തെ എൻ്റെ അനുസരിച്ച് ഞാൻ ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ജാതി തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജാതിയെയും മതത്തെയാണ് ഞാൻ ആദ്യമായിട്ട് ഉപേക്ഷിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ജീവിതം ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാതിയിൽ നിന്ന് എന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ ജാതിയിൽ നിന്ന് മാറി ചിന്തിക്കും എന്ന് ഞാൻ ആലോചിക്കുക. ഞാൻ ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ ജാതിയില്ലാതെ വളർത്തുന്നത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക്, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആർക്കും രേഖകളിൽ ജാതി ഇല്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ജാതിയും മതവും പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ദൈവം ക്രമേണ നമ്മളിൽ നിന്ന് ഒഴിവാകും. നമ്മളൊന്നും ചെയ്യേണ്ടുന്ന ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു മതത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലെത്താൻ സാധിക്കുള്ളൂ, ചെകുത്താനിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ജാതിയും മതവും ഞാൻ വേണ്ടെന്ന് വെച്ചപ്പോൾ എന്നിൽ നിന്ന് ദൈവവും ഇറങ്ങിപ്പോയി, ചെകുത്താനും ഇറങ്ങിപ്പോയി. ഞാനത് ആലോചിക്കുന്നത്, മഹാകവി ജി ശങ്കരക്കുറുപ്പിന് കുട്ടിക്കാലം തൊട്ടേ വലിയ ആസ്മ രോഗം ഉണ്ടായിരുന്നു. ഈ ആസ്മ രോഗം വർദ്ധിച്ച അവസ്ഥയിൽ അദ്ദേഹം വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ അദ്ദേഹത്തിന് മസൂരി രോഗം ഉണ്ടായി. അന്നത്തെ മസൂരിയാണ്, പഴയ മസൂരി, ഒരു രക്ഷയില്ല. പ്രതിരോധ കുത്തിവയ്പ്പൊന്നും ഇല്ലാത്തൊരു കാലമല്ലേ. ഭയങ്കര കൊടും മസൂരി വന്ന് വിഷമിച്ച് എങ്ങനെയെല്ലാമോ അദ്ദേഹത്തിൻ്റെ മസൂരി രോഗം മാറി. മസൂരി രോഗം മാറിയപ്പോൾ അത്ഭുതം ഉണ്ടായി. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആസ്മ രോഗം പിന്നെ വന്നതേയില്ല. അതുപോലെയാണ് ജാതി എന്ന് പറയുന്ന മസൂരിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എനിക്കെന്തായിരുന്ന ആസ്മ രോഗമായ ദൈവവും നഷ്ടപ്പെട്ടു പോയി, ഓട്ടോമാറ്റിക്കായിട്ട് പോയി എന്നുള്ളതാണ്. ചാക്കനാടൻ പറഞ്ഞത്, ഒരു യുക്തിവാദിക്ക് ഒരിക്കലും ഒരു കവിയാകാൻ സാധിക്കില്ല. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാനെപ്പോൾ ആലോചിച്ചു, എന്താണ് കവിത എഴുതാൻ എനിക്ക് പ്രേരകമായിട്ടുള്ള കാര്യം, കവിതയുടെ ഒരു അന്തർധാര എന്താണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ തന്നെ ഉദാഹരിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കവിതയുണ്ടല്ലോ, സൂര്യകാന്തി. സൂര്യനും സൂര്യകാന്തി തമ്മിലുള്ള പ്രണയമാണ് അതിലെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ പ്രണയമല്ല, സൂര്യകാന്തിയുടെ പ്രണയം വല്ലതും ഉണ്ടോ? സൂര്യകാന്തി ഭൂമിയിൽ നിൽക്കുന്ന ഒരു പൂവാണ്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് സൂര്യകാന്തിയുടെ വാക്കുകളിലൂടെയാണ്, സൂര്യൻ്റെ വാക്കുകളിലൂടെ സാക്ഷിമൊഴി
ഒരു കവി പറയുന്നതായിട്ടോ ഒന്നുമല്ല, സൂര്യകാന്തി പറയുന്നതായിട്ടാണ് ആ വാക്ക്. കവിത ആരംഭിക്കുന്നത് മന്ദമന്ദമൻ താഴും മുഗ്ധമാം മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി അരുനീ അനുജത്തി നിർനിമേഷമായി എന്തൻ തേരുപോകവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ. വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഇല്ലയോ തെറ്റാണ് ഊഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല, ഒന്നും ഉത്തരം തോന്നിയില്ല, എങ്ങനെ തോന്നും സർവസന്നുതൻ സവിതാവെങ്ങ നിർഗന്ധം പുഷ്പം ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്ന് എന്നെ പുച്ഛിപ്പതാണ് ഈ ലോകം പരനന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞത് മാമക മനോഗതം അവിടുന്ന് അറിഞ്ഞെന്നോ പോമളവ് അദ്ദേഹത്തിന് മുഖവും വിവർണമായി. വളരെ പണിപ്പെട്ടാണ് എൻ്റെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമാം കൈയെടുത്തത് നൂനം. അക്ഷരം പുറപ്പെട്ടില്ല, അന്യോന്യം നോക്കി ഞങ്ങൾ. തൽക്ഷണം കറമ്പി രാവ് എന്തിന് അങ്ങോട്ടേക്കെത്തി. നന്ദി കാണിപ്പാൻ എൻ്റെ ശിരസ് കുനിഞ്ഞത് മന്ദിതോത്സാഹൻ പോകെ കണ്ടിരിക്കില്ല ദേവൻ. നിദ്രയില്ലാഞ്ഞ് ആരക്തനേത്രനായി പുലർച്ചയ്ക്ക് ഹൃദരമനെത്തും നാളെ നോക്കും ഈ മുറ്റത്തന്നെ വിളറം മുഖം വേഗം. തെക്കൻ കാറ്റടിച്ച് അടർന്ന് ഇളമേൽ കിടക്കുമൻ മ്ലാനം അംഗകം കാൺകെ ക്ഷണമാ നിൽപ്പിൽ തന്നെ നിന്ന് പോയേക്കാം. പിന്നെ പ്രണയാകുലൻ നാഥൻ ഇങ്ങനെ വിഷാദിക്കാം, ആ വിശുദ്ധമാം മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. ഇതാണ് കവിത. ഈ കവിതയിൽ 3 ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. എന്താണ് സൂര്യൻ? സൂര്യൻ ഹീലിയമടക്കമുള്ള വാതകങ്ങൾ കത്തിയിരിക്കുന്നൊരു ഗോളമാണ്, തീഗോളമാണ്. അതൊരു ഉണ്മയാണ്, അതൊരു ഭൗതിക സവിശേഷതയാണ്. രണ്ടാമത്തെ ഘടകം പൂവാണ്. പൂവ് മണ്ണിൽ മുളച്ച് വളർന്ന് വിടർന്ന് വരുന്ന സൂര്യകാന്തിയാണ്. സൂര്യകാന്തിയും ഒരു ഭൗതിക സവിശേഷതയാണ്, ഉള്ള കാര്യമാണ്, ഇല്ലാത്തതല്ല. മൂന്നാമത്തെ ഘടകം എന്താണ്? മൂന്നാമത്തെ ഘടകം ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ് നമ്മളെപ്പോലെ ആഹാരമെല്ലാം കഴിച്ച് ജീവിക്കുന്ന ഒരു കവിയാണ്. അതും ഒരു ഭൗതിക സവിശേഷതയാണ്. ഈ 3 ഭൗതിക സവിശേഷതകൾ ചേർന്നപ്പോഴാണ് ഈ കവിത ഉണ്ടായത്. പ്രത്യേകിച്ച് അതിനകത്ത് ചേർത്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാവണ്യബോധമാണ്. ശങ്കരക്കുറുപ്പിന് എന്നെയും നിങ്ങളെക്കാൾ കുറച്ചുകൂടി ലാവണ്യബോധം ഉണ്ടായിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ലാവണ്യബോധത്തിൻ്റെ തരംഗദൈർഘ്യം അദ്ദേഹത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പൂവിനും സൂര്യനും തമ്മിൽ, സൂര്യകാന്തിക്കും സൂര്യനും തമ്മിൽ പ്രണയമുണ്ട് എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിച്ചത്. യവനൂരാണ് വായിച്ച് കാണുന്നൊരു പക്ഷേ അയാൾ എന്നോട് പറയുകയോ തർക്കിക്കുകയോ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അപ്പോൾ ആലോചിച്ച് നോക്കൂ, എല്ലാം ഭൗതികമാണ്. ശങ്കരക്കുറുപ്പ് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, സൂര്യകാന്തി ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, സൂര്യൻ്റെ ഭൗതിക യാഥാർത്ഥ്യമാണ്. എന്താണ് ആത്മാവ്? ആത്മാവ് ഇതിനകത്ത് പറയുന്നു. എന്നെ ആത്മാവ് ചുംബിച്ചല്ലോ എന്ന് പറയുന്നത്. എന്താണ് ആത്മാവ്? ആത്മാവിൽ ചിത എന്ന് പറയുന്നത് വയലാറിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ്. വയലാർ നിരീക്ഷണ കവിതയായിരുന്നു, അറിയാമായിരുന്നല്ലോ. എന്താണ് വയലാർ അങ്ങനെ പറയാൻ കാര്യം? അതുപോലെ സ്നേഹിക്കില്ല നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മാവെന്ന് പറയാൻ കാര്യം? എന്താണ് ആത്മാവ്? ആത്മാവ് എന്നൊരു ഭൗതികവാദി പറയുന്നത് അയാളുടെ ഉണ്മ എന്നുള്ള അർത്ഥത്തിലാണ്, അയാളുടെ സ്വത്വം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അബദ്ധമായിട്ട് നിൽക്കുന്ന പറയുന്നത് ഒരാത്മാവിനെ കുറിച്ചില്ല. അങ്ങനെ ഒരു ആത്മാവില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജനസംഖ്യാവർദ്ധന ഒരിക്കലും ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഒരുവിധം ശാസ്ത്രബോധമുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ കവിതയുടെ അടിസ്ഥാനം എന്താണ്? കവിതയുടെ അടിസ്ഥാനം ആധ്യാത്മികതയോ അല്ലെങ്കിൽ ആത്മീയതയോ അല്ല. പഴയ ആളുകൾ പറയുമായിരുന്നു രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് സരസ്വതി മുഹൂർത്തമുണ്ട്, ആ സരസ്വതി യാമത്തിൽ കണ്ണോടിച്ചെടുത്തിട്ട് എഴുതണം, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്ന് പറയും. ഇത് സരസ്വതിയാണ് ഹിന്ദുമതക്കാരുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ വിദ്യാഭ്യാസ വകുപ്പത്തിന് ഒരു കവിത എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം, ഒരു പുസ്തകം എഴുതിയിട്ടില്ല, SLC പോലും പാസ്സായിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവരെ പോയിച്ചതുകൊണ്ട് അവർ ഭരിച്ചിട്ടുണ്ടോന്നും നമുക്ക് കവിത എഴുതാൻ സാധിക്കില്ല. ജനങ്ങളെ കാണുക, മനുഷ്യനെ അറിയുക, പ്രകൃതിയെ അറിയുക, പൂച്ചയെ അറിയുക, പട്ടിയെ അറിയുക, മത്സ്യത്തെ അറിയുക, വൃക്ഷത്തെ അറിയുക, ആകാശത്തെ അറിയുക, നക്ഷത്രത്തെ അറിയുക, സൂര്യനെയൊക്കെ അറിയുക. ഇങ്ങനെയൊക്കെ മാത്രമേ ഒരാളിനെ കവിതയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കവിതയുടെ ബേസ് എന്ന് പറയുന്നത് ഭൗതികതയാണ്, ആത്മീയതയല്ല. എങ്ങനെയുള്ള ഭൗതിക? സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ ഭൗതികത. വെറും ഭൗതികതയാൽ പറ്റില്ല. വെറും കേവല യുക്തിവാദിയും കൊണ്ട് മധുരയിൽ പോകരുത്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ മധുരയിലുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണ്? യൂണിവേഴ്സിറ്റി, ലൈബ്രറി ഒക്കെ കറക്റ്റാണ്. മധുരയിലുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രമാണ്. ആ മീനാക്ഷി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മീനാക്ഷിയെ കാണണമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ മനുഷ്യനുണ്ടാക്കിയ ശില്പങ്ങളുണ്ട്, ആയിരക്കണക്കിന് ശില്പങ്ങൾ. എങ്ങനെയാണ് അത് അവിടെ ഉണ്ടാക്കി അവിടെ കയറ്റി വെക്കുന്നത്? അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാണണം.
മധുരയിൽ പോകുന്നവർ തീർച്ചയായിട്ടും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ഈ ശില്പങ്ങൾ കാണണം. അല്ലാതെ മധുര മീനാക്ഷി ആരും പൂജിക്കൊന്നും വേണ്ട, പക്ഷേ ഈ ശില്പങ്ങൾ കാണണം. പക്ഷേ കേവല യുക്തിവാദം നമ്മളുണ്ടെങ്കിൽ പറയും അവിടെ കയറണമെന്ന കാര്യമില്ല, അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സന്ധ്യ എന്നൊരു സംഭവമില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, ഭൂമി ഇങ്ങനെ കറങ്ങുന്നതോടെ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. സന്ധ്യ ഇല്ലാതെ സാർ കവിതയില്ല കേട്ടോ. സന്ധ്യ ഉണ്ടായാലേ പറ്റുള്ളൂ, പ്രഭാതം ഉണ്ടായാലേ കവിതയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഞാൻ അന്ധവിശ്വാസം എന്നല്ല പറയുന്നത്, സൗന്ദര്യബോധം എന്നാണ് പറയുന്നത്. സൗന്ദര്യബോധത്തിൻ്റെതായ യുക്തി, ആ യുക്തി ഉണ്ട് എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അപ്പോൾ കാക്കനാടൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഇതാണ്, കവിതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യുക്തി തന്നെയാണ്, ഭൗതികതയാണ്. അതുകൊണ്ട് യുക്തിവാദിയായിട്ടുള്ള ഒരാളിന് തീർച്ചയായിട്ടും കവിതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, അയാൾക്ക് സന്ധ്യ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം തോന്നാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുകയും ചെയ്തു. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, 2-3 ദിവസമായിട്ട് വല്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളാണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആർക്കോ വേണ്ടിയിട്ട്, ആരുടെയോ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം, ഇതിന് ഉത്തരവാദിയായിട്ടുള്ള മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് സോനം വാങ്ചുക്ക് അവിടെ സമരം ചെയ്തു. പുതിയ വിദ്യാർത്ഥികളെല്ലാം സമരം ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ, ഇത് കാണുന്ന, ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരുവിധം മനസ്സാക്ഷിയുള്ള ആർക്കും ഉറക്കം വന്നിട്ടില്ല. ഞാൻ കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അവരെ ഇന്നലെ കൊല്ലത്തൊരു സമ്മേളനം സംഘടിപ്പിച്ചു, ചിത്രകാരന്മാർ വന്ന് ചിത്രം വരച്ചു, കവികൾ വന്നിട്ട് കവിതകൾ വായിച്ചു, ഗായകർ വന്നിട്ട് പാട്ടുപാടി, പ്രസംഗകർ വന്നിട്ട് പ്രസംഗം നടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്നത്? ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം നമ്മൾ മാത്രമല്ല ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വിഷമങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടെയുണ്ട്. പലസ്തീൻ്റെ പ്രതിനിധി കൊല്ലത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ പോയിരുന്നു. അതൊരു വലിയ ലിസ്റ്റുമായിട്ടാണ് വന്നത്. ഈ ലിസ്റ്റിൽ 10 ഒരുപാട് പേരുകളാണ്. ഈ പേരുകൾ 10 പേര് വീതം ഒരാൾ വായിക്കണം. ഞാനാണ് ആദ്യത്തെ 10 പേരുകൾ വായിച്ചത്. എല്ലാം വിഷമിച്ചു പോയി. അപ്പോൾ ഓരോ കുട്ടിയുടെയും പേര് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടുന്നത്, ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ്. ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽപ്പെട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ പേരാണല്ലോ ഞാൻ വായിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ വാസ്തവത്തിൽ കണ്ണ് നിറയുകയും എനിക്ക് വായന തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാതെ നിൽക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളാരും അല്ലല്ലോ ഈ അനുഭവം, കുഞ്ഞുങ്ങൾക്കല്ലല്ലോ ഈ അനുഭവം ഉണ്ടായത് എന്ന് സമാധാനിക്കാൻ ഒരു കവിത എഴുത്തുകാരന് സാധിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരാളെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊരു പുരസ്കാരം നൽകിയ വഴി, ഈ വഴിയിലൂടെ കൂടുതൽ ദൃഢതയോടെ സഞ്ചരിക്കുവാൻ നിങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ എത്രമാത്രം പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിക്കേണ്ടി വന്നാലും കേരളത്തിലെ ഏതെങ്കിലും ഒരു കവിയുടെ കോല കത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോലമാണ് കത്തിച്ചിരുന്നത്. വേറൊരു കവിയുടെയും കോല കത്തിച്ചില്ല. കോലം കത്തിച്ചെന്ന് മാത്രമല്ല, മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഭയങ്കര രസമായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോട്, വളരെ രസകരമായിട്ടാണ് ടി വിയിൽ കണ്ടുകൊണ്ടത്. കള്ളുകുടിയ, കഞ്ചാവ് വലിയ, പെണ്ണുപിടിയ, കുരിപ്പിഴേ, ഞങ്ങളുടെ ദൈവത്തെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കത്തായാണ്. പിന്നെ വെച്ചേക്കത്തില്ലാത്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു മുദ്രാവാക്യം. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു. കള്ളുകുടിയാൻ തന്നെ വിളിച്ച ഈ ബലരാമൻ്റെ റെക്കോർഡ് എനിക്ക് ഭേദിക്കാൻ പറ്റുമോ? ബലരാമൻ കുടിച്ച കള്ളിൻ്റെ അത്രയാണ് നമുക്ക് കള്ളു കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ തോറ്റ് പരാജയപ്പെടുത്തിയുള്ളൂ. കഞ്ചാവ് വലിയ, ഞാൻ പുകവലിക്കുന്ന ഒരാൾ കൂടിയല്ല, നിങ്ങൾക്കറിയാലോ. കഞ്ചാവ് വലിയ എന്ന് പറയാം, കഞ്ചാവിൻ്റെ വേറൊരു പേര് തന്നെ ശിവമൂലി എന്നാണ്. ഈ കുംഭമേളയ്ക്ക് പോയ സർവ്വസന്യാസിവരും കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് പോയത്. അത് ഹിന്ദുമതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്വാമിമാർ വലിക്കുന്ന അത്രയും ആ കഞ്ചാവ് എനിക്ക് വലിക്കാൻ പറ്റുമോ? പെണ്ണുപിടിയാ കുരിപ്പിടിയ എന്നാണ് പറയുന്നത്. 16,008 ഭാര്യമാരുള്ള ഒരാളിൻ്റെ ആൾക്കാരാണ് എന്നെ പെണ്ണുപിടിയ എന്ന് പറയുന്നത്. അതിലെ അത്ഭുത വാർത്ത ഞാൻ വല്ലാതെ ചിരിച്ചു പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം അതുപോലെ ഒരുപാട് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സമയത്ത് എനിക്ക് ഞാനും സുഷമയും കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ഗൂണ്ടാവുന്ന എനിക്ക് പറഞ്ഞ്, ഇത് എൻ്റെ ഭാര്യയല്ലല്ലോ, ഭയങ്കര തമാശയാണ്. ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് പോയാൽ ഞങ്ങൾ രണ്ടുപേരാണ് പോയത്. അപ്പോൾ കുറച്ചപ്പുറത്തോട്ട് മാറി ഇരുന്നപ്പോൾ ഒരാൾ ബൈക്കിൽ കുറച്ചപ്പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞ്, ഇന്നിവിടെ അയ്യപ്പനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ എനിക്കറിയാവുന്ന ഏക അയ്യപ്പൻ അത് വേറെ ഒരു അയ്യപ്പനെ എനിക്കറിയത്തില്ല കേട്ടോ. അയ്യപ്പനെ എൻ്റെ മനസ്സിൽ വരത്തില്ല, അയ്യപ്പൻ മാത്രമേ എൻ്റെ മനസ്സിലോട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് അയ്യങ്കാളിയെ കുറിച്ചുള്ളൊരു മീറ്റിംഗാണ്, ഇവിടെ അയ്യപ്പനെ കുറിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അയ്യപ്പനെ കുറിച്ചൊന്നും പറയില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് അയ്യപ്പനെ കുറിച്ചല്ല, ഞങ്ങളുടെ ശബരിമല അയ്യപ്പനെ കുറിച്ചുകൂടെ വല്ലതും പറയുമോ? പറഞ്ഞാൽ കാലിട്ടും വെട്ടും എന്ന് പറയും. സുഷമ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് സുഷമയെ ചൂണ്ടിയിട്ട് ഇയാൾ പറഞ്ഞതെന്നറിയാം, ഇത് നിൻ്റെ ഭാര്യയല്ലല്ലോ. ഞാനൊന്നും മിണ്ടില്ല, കാര്യം ഞാൻ ഭാര്യയെന്ന് വിളിക്കാറിയില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഈ പുസ്തകത്തിലെ ലഘുജീവിതത്തിൻ്റെ കുറിപ്പിൽ കൂട്ടുകാരി എന്ന് വെച്ച ആൾ ഞാനാണ്.
അതിനുശേഷമാണ് പല ആൾക്കാരും ജീവിത പങ്കാളിയിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് വെക്കാൻ തുടങ്ങിയത്. ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരിക്കപ്പെടുന്നതാണ് എന്ന് എനിക്കറിയാവുന്ന കാരണമാണ് ഞാൻ ആ വാക്ക് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ കേട്ടു. നീ ഗൂണ്ട പറയുന്ന സത്യമാണ്, ഭാര്യയല്ല, എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്. അങ്ങനെ ആലോചിച്ച് ഞാനും മിണ്ടാതെ. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ഗുണമുള്ളത് കാലിൻ്റെ മുട്ടിനുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം റെയിൽവേ യാത്രയും ബസ് യാത്രയും എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒന്നും അത്രയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നതും ഇല്ല എന്നൊരു ഗുണം കൂടി എനിക്കുണ്ട്. ഞാൻ ഇങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. അച്ചടിക്കാത്തൊരു കവിത ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ളൊരു അന്ധവിശ്വാസങ്ങളിൽ ഒന്ന്, അച്ഛനും അമ്മയും മരിച്ചു പോയാൽ അത് അവരുടെ കുട്ടിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാർ. ഇവൻ്റെ തല കണ്ടതോടുകൂടി അവൻ്റെ തന്ത മരിച്ചുപോയി, തന്തയെ കാലം പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയാം. ഈ കുഞ്ഞിൻ്റെ ദോഷം കൊണ്ടാണ് അച്ഛനും അമ്മയും മരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതാണ് ഈ കവിതയിലെ വിഷയം. 8 വയസ്സുള്ള കുട്ടി എന്നാണ് ഈ കവിതയുടെ പേര്. ഞാൻ ഈ കവിത എഴുതിയിട്ടേ ഉള്ളൂ. അച്ഛനും അമ്മയും കോവിഡിൻ്റെ കെട്ടകാലത്ത് കടന്നുപോയി. 8 വയസ്സുള്ള കുട്ടി മാത്രം ബുക്കിൽ അവരെ വരച്ചിരുന്നു. അമ്മയ്ക്കു നീണ്ട മുടിയും മൂക്കും, അച്ഛനു താടി വളഞ്ഞ ചുണ്ട്. അമ്മയ്ക്കു നീലിച്ച പുള്ളി മാക്സി, അച്ഛന് പച്ചവരയൻ ഷർട്ട്. അമ്മമ്മയെ കൊണ്ടു കാണിക്കുവാൻ അങ്ങേ മുറിക്കുള്ളിൽ ചെന്ന നേരം തൊട്ടു വിളിച്ചിട്ടും മിണ്ടുന്നില്ല, കള്ളയുറക്കമാണെന്നു തോന്നി. രാവേറെയായിട്ടും മിണ്ടിയില്ല, നേരം വെളുത്തിട്ടും മിണ്ടിയില്ല. പിറ്റേന്ന് അയൽക്കാരും പാർട്ടിക്കാരും മുറ്റത്തു നിന്നു കുശുകുശുത്തു. ശാന്തി കവാടത്തിൽ അമ്മമ്മയെ ആംബുലൻസിൽ കൊണ്ടുപോയൊടുക്കി. കുട്ടിയെ ആര് കൈക്കൊള്ളുവാൻ, കുട്ടിയെ ആരാര് കൈക്കൊള്ളുവാൻ, ചർച്ചകൾ രാവോളം നീണ്ടൊഴുകെ. അമ്മ മണമുള്ളൊരീ കൂരയിൽ, അച്ഛൻ ചിരി കേൾക്കും ഈ മുറിയിൽ. ഒറ്റയ്ക്കു തന്നെ കഴിഞ്ഞുകൂടാൻ കുട്ടി ഉറപ്പിച്ചു കണ്ണടച്ചു. ബന്ധുക്കളെ കൊന്ന ദുഷ്ടജന്മം അന്ധവിശ്വാസികൾ പ്രാക്കെറിഞ്ഞു. കുത്തി നോവിപ്പിക്കും കൂട്ടുകാരെ, ഇഷ്ടപ്പെടാതവൻ തേങ്ങിപ്പോയി. കട്ടിയിരുട്ടും പെരുമാരിയും ഒപ്പം തിമിർത്തൊരു സെപ്റ്റംബറിൽ, മുറ്റത്തു മുട്ടൻ കുടയുമായി അച്ഛനും അമ്മയും വന്ന പോലെ. ഒപ്പം അവനും നടന്നുപോയി, മുക്കിലെ സ്കൂളും കടന്നുപോയി. അമ്മത്തൊട്ടിൽ കണ്ടു നിന്ന നേരം അച്ഛനും അമ്മയും കൈകൾ വീശി. പെട്ടെന്നു മാനം തെളിഞ്ഞു കണ്ടു, കുറ്റിരുട്ടത്തു വിളക്കു കണ്ടു. 8 വയസ്സുള്ള കുട്ടിയപ്പോൾ ഇപ്പോൾ പിറന്നതുപോലെയായി. ഇതാണ് അച്ചടിച്ച അതൊരു കവിത. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ലാൽ സലാമിന്, ബാലേന്ദ്രന്, പ്രസംഗിച്ചവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.